ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെക് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെ ഒരു തംബ്നെയിൽ ഉണ്ടാക്കാം. എന്താണ് തംബ്നെയിൽ, അത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിൽ നിന്ന് കാണിക്കുന്നത്. ഗായ്സ്, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഗായ്സ്, അപ്പോൾ നമ്മുടെ തംബ്നെയിൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് അൾട്ടിമേറ്റ് തംബ്നെയിൽ മേക്കർ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ആവശ്യമുള്ളവർക്ക് അത് പോയി ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമുക്കത് ആപ്പ് ഓപ്പൺ ചെയ്യാം. അവിടെ നമുക്ക് ക്രിയേറ്റ് തംബ്നെയിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ കൊടുക്കുമ്പോൾ നമുക്ക് കുറേ റേഷ്യോസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ യൂട്യൂബ് സെക്ഷനിൽ നമുക്കിവിടെ കവർ, തംബ്നെയിൽ, ടാബ്ലറ്റ്, ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 3 കാണില്ല. നമ്മൾ തംബ്നെയിലാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്കിപ്പോൾ തംബ്നെയിൽ ഉണ്ടാക്കേണ്ടത്. അതിന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ എന്തെങ്കിലും ഇത് റൊട്ടേറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മളതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ സൂം ചെയ്ത് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് നേരെ എഡിറ്റിങ്ങിലേക്ക് പോവാം. ഇതിനകത്ത് കുറേ മാറ്റ്സ് ഉണ്ടാവും ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോക്ക് ഞാൻ തംബ്നെയിൽ ഇട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ആ വീഡിയോയുടെ തംബ്നെയിൽ ഞാൻ ഇടാൻ പോകുന്നത്. ഇപ്പോൾ ഞാനൊരു 4 o'clock സ്നാക്ക് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അതിൻ്റെയാണ് തംബ്നെയിൽ ഇടാണ്ടിരുന്നത്. നമുക്കതിന് തംബ്നെയിൽ ഇടാം. ഈവനിങ് സ്നാക്ക് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യാണ്. നമുക്കിതെവിടെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ അതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ഫോണ്ട് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഫോണ്ട് മാറ്റാം. ഞാനിപ്പോൾ ഈ ഫോണ്ടാണ് ഇടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കളർ നമ്മളൊരു ഗ്രീൻ കളറാണ് നമ്മളിവിടെ തന്നെ ചൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ ഷാഡോ കൂട്ടി കൊടുക്കാം. ഇനി നമുക്കിവിടെ വേറെ എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ അവിടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ട് കുറേ. അതാണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു സ്റ്റിക്കർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു സൈഡിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് വേറെ എന്തൊക്കെ ചെയ്യാം, കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എഫക്റ്റൊക്കെ മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്ത് അപ്പോൾ ആ എഫക്റ്റാണ് ഇടേണ്ടത്. അപ്പോൾ നമ്മുടെ തംബ്നെയിലിൻ്റെ പണി ഒരുവിധം കഴിഞ്ഞു. നമുക്ക് എന്തെങ്കിലും വേറെ ടൈപ്പ് ചെയ്യാം. ഞാൻ വെറുതെ വെരി ടേസ്റ്റി എന്ന് നമ്മൾ വേറെ ടൈപ്പ് ചെയ്യാണ്. എന്നിട്ട് ഞാനിവിടെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കളറ് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. വൈറ്റ് ഇടുന്നു. നമ്മൾ പ്യുവർ വൈറ്റ്. ഓക്കെ, വൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ കുറേ തംബ്നെയിൽ ഉണ്ടാക്കുന്ന ആപ്പുകളുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ സ്റ്റിക്കേഴ്സിൽ നമുക്ക് വേറെ എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ആ സബ്സ്ക്രൈബ് എടുത്ത് നമ്മൾ ആ സ്റ്റിക്കറിന് ആഡ് ചെയ്യുന്നു. നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ആയിട്ടുണ്ട്. ഇനി നമുക്ക് തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ആപ്പ് എന്ന് പറയുന്നത് യൂട്യൂബ് സ്റ്റുഡിയോ ആണ്. ആ യൂട്യൂബ് സ്റ്റുഡിയോ ഇവിടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുമ്പോൾ ആദ്യം കാണുന്നത് ഇങ്ങനത്തെ ഒരു പേജാണ്. അവിടെ നിന്ന് നമുക്ക് വീഡിയോസിൽ വ്യൂ മോർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ
എല്ലാ വീഡിയോസും നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഈ വീഡിയോക്കാണ് തമ്മിൽ ഇടാണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു എഡിറ്റ് എന്ന് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യാം. പിന്നെ ഒരു എഡിറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നമുക്ക് ഈ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുന്നതും പിന്നെ ടൈറ്റിൽ കൊടുത്തേക്കുന്നതൊക്കെ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ തമ്മിലാണ് എഡിറ്റ് ചെയ്യണത്. ഇനി നമുക്കിവിടെ ആ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കസ്റ്റം തമ്മിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യാം. പിന്നെ നമുക്കിവിടെ ഇപ്പോൾ എടുത്തു വെച്ച നമ്മളുണ്ടാക്കിയ തമ്മിൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തമ്മിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാം. നമ്മൾ ഈ തമ്മിലാണ് ഇവിടെ സെറ്റ് ചെയ്തത്. തമ്മിലൊന്ന് ആക്സസ് ചെയ്യാൻ ഇച്ചിരി സമയം എടുക്കും. നമ്മളിവിടെ നമ്മുടെ തമ്മിൽ ഇത് കണ്ടോ സെറ്റായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.